ഹലോ, ഇന്നത്തെ ഗസ്റ്റിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 80s 90s കിഡ്സിന് പകിട പകിട പമ്പരം എന്നൊരു പേര് മാത്രം പറഞ്ഞാൽ മതി. അതായത് മലയാളി മനസ്സുകളെ കീഴടക്കിയ ടോം ജേക്കബ് സാറാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. വെൽക്കം സർ. അപ്പം പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് ഇപ്പം പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് തന്നെ ആദ്യം കേൾക്കാം. പുതിയ സിനിമ കലാം സ്റ്റാൻഡേർഡ് 5B. അതെ അതെ, ഇത് ഒരു ഹിന്ദി സിനിമയാണ്. കുട്ടികളുടെ ചിത്രമാണ്. എൻ്റെ സെൻസറിങ് കഴിഞ്ഞു. കുട്ടികളുടെ ചിത്രമായിട്ടാണ് സെൻസർ ചെയ്തിരിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും മധ്യപ്രദേശിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ഇന്ന് സിനിമാ ലോകം എല്ലാം കുട്ടികളിലേക്കാണ് ദൃഷ്ടി പതിച്ചിരിക്കുന്നത്, അല്ലേ? എന്താ കാരണം? ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു ഭീകരാവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു യുദ്ധം തന്നെ നടക്കുകയാണ് ഇവിടെ. ഒരു അഡോളസൻസ് പീരിയഡ് ആ ഒരു കുട്ടിയൊക്കെ. അതെ, ഇവിടുത്തെ ഞാൻ ഉദ്ദേശിച്ച യുദ്ധം എന്താണെന്നറിയാമോ? ഇവിടെ തോക്കുകൊണ്ടോ ബോംബിങ്ങോ അല്ലാത്ത രീതിയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റ് രാജ്യങ്ങളുടെ ഒരു കടന്നാക്രമണമാണോ എന്ന് പോലും സംശയിക്കാവുന്ന രീതിയിൽ നാളത്തെ നമ്മുടെ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു യുദ്ധമാണോ എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഈ ഡ്രഗ്സിൻ്റെയും മാസ്മരിക ലോകത്തിലേക്ക് കുട്ടികളെ 18 വയസ്സും 14 വയസ്സും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പോലും അത് ഉപയോഗിക്കാൻ ശീലിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ, ഭാരതത്തെ മുഴുവനായും നശിപ്പിക്കാനുള്ളൊരു തന്ത്രമാണോ എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പോഴത്തെ ഒരു പോക്ക്. അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ അറിവിലില്ലാതെ ആരെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വേണ്ടി സിനിമ എടുക്കുന്നതൊന്നും എനിക്കറിയില്ല, കുറവാണ്. അപ്പോൾ എൻ്റെ ബാല്യകാലത്ത് പൂമ്പാറ്റ എന്നൊരു സിനിമ കാണിക്കാൻ കൊണ്ടുപോയൊരു ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് കുന്നിക്കോട് ചന്ദ്രിക തിയേറ്ററിൽ നടന്ന് ഇങ്ങനെ വരിവരിയായിട്ട് കൊണ്ടുപോകും. ഒരു ഓല തിയേറ്റർ പോലുള്ളൊരു തിയേറ്ററാണ്. അവിടെ അകത്ത് എല്ലാ കുട്ടികളും, ഹെഡ് മാസ്റ്ററും അധ്യാപകരും ഒക്കെ വന്ന് കൂട്ടായ്മയോടുകൂടി ഇരുന്ന് ഒരു സ്കൂളിലെ കുട്ടികൾ മുഴുവനും ആ തിയേറ്ററിലിരുന്ന് ആ സിനിമ കാണുന്നതും, അന്നത്തെ കാലത്ത് ആ സിനിമ കണ്ട് ഞാൻ ഏങ്ങി കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഒരു അധ്യാപിക എന്നെ വന്ന് സമാധാനിപ്പിക്കും, മോനെ സാരമില്ലേ, സിനിമയല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഏങ്ങലാണ്. കാരണം ആ സിനിമ എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ ഭയങ്കര ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യുന്നു. അതെ അതെ, ഇപ്പം സിനിമയിൽ കൂടി തന്നെ ഇവിടെ മുഖ്യമന്ത്രിമാരായവരുണ്ട് പല സ്റ്റേറ്റുകളിലും, അല്ലേ? പൊളിറ്റിക്കലി. അതെ അതെ. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൽ കൂടി നമുക്ക് ഈ കുട്ടികളെ നാളെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ പറ്റും, ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കൊച്ചു കൊച്ചു തിയേറ്ററുകൾ ഉണ്ടായി. അവർക്ക് ആ ഒരു മാധ്യമത്തിൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ട് ഈ സിനിമയിൽ കൂടി പല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഇപ്പം കലാം സ്റ്റാൻഡേർഡ് 5B എന്ന് പറയുന്നത് കുട്ടികൾക്കുണ്ടാവുന്ന ഭയം അത് എങ്ങനെ ഒഴിവാക്കാം, പഠിക്കുന്ന കാര്യത്തിൽ എങ്ങനെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു വിഷയവും, ഇപ്പം കളിക്കുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, അവന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, ആ ക്രിക്കറ്റും പഠനവും കൂടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ കൊണ്ടുപോകാം. കുട്ടികൾ ചിലപ്പോൾ നാടകം കളിക്കാനായിരിക്കും ഇഷ്ടം, നാടകത്തിൽ കൂടി അവൻ്റെ സബ്ജക്റ്റ് എങ്ങനെ കൊണ്ടുപോയി അവനെ ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഒരു 8ാം ക്ലാസ്സോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് അവന് ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു ഒരു തീരുമാനം ഉണ്ടാകണം. 8, 9 തൊട്ട് അവൻ ആ തീരുമാനത്തിൽ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റുമായിട്ട് മിക്സ് ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത്, 1ാം സ്ഥാനത്ത് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കലാം സ്റ്റാൻഡേർഡ് 5Bയിൽ കലയും സ്പോർട്സും വർക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് പഠന രീതികൾ കൂടി കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ എല്ലാമായ അബ്ദുൽ കലാം ജിയുടെ മോട്ടിവേഷനും ശ്രീനാരായണ ഗുരുജിയുടെ വസുദേവ കുടുംബകം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ആ ഒരു സൂത്രവാക്യം അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കലാം സ്റ്റാൻഡേർഡ് 5B പോകുന്നത്. ഇന്ന് ഇന്ത്യ ഈ ലെവലിൽ വന്നത് തന്നെ, നമ്മുടെ ഭാരതം ഈ ലെവലിൽ വന്നത് അനേകം കുട്ടികൾ അടിവാങ്ങിച്ചതിൻ്റെ പുറത്ത്, നല്ല രീതിയിൽ വന്നതിൻ്റെ പുറത്താണ്.
ഇന്ന് എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? ഇന്ന് എന്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ മാസ്മരിക ലോകത്തിലേക്കും ഡ്രഗ്സിലും ഒക്കെ പോകുന്നു? വീണ്ടും നമ്മുടെ സ്കൂളിൽ വടിയെടുക്കണം. ഞാൻ എൻ്റെ മക്കളെ അടിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എൻ്റെ അമ്മ എൻ്റെ ഹെഡ് മാസ്റ്ററുടെ ഒരു ഫ്രണ്ടായിരുന്നു. ഒരിക്കൽ എൻ്റെ അമ്മ, ഞാൻ അമ്മച്ചിയോട് ഒന്ന് സാറാട്ടെ അടിച്ചു, അങ്ങനെ ശരി സാറിനോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ വന്നു. ഏറെമ്പ സാറിൻ്റെ അടുത്ത് പുള്ളിക്കാരി പറഞ്ഞു എന്താണെന്നറിയാമോ? സാർ ഇങ്ങനെ അടിച്ചാൽ പോരാ, ഇവൻ നന്നാവണമെങ്കിൽ ഇനി ഒരു 4 അടി കൂടെ കൊടുക്കണം. അത് സാറ് ചന്തിക്ക് മാത്രമല്ല, എനിക്ക് ഈ വര ഇങ്ങനെ കാണണം. എനിക്ക് എൻ്റെ അമ്മച്ചി അത് പറഞ്ഞത് അന്ന് ഞെട്ടിയാന്ന് നോക്കുന്നു. അത് ശരി, ഒളിച്ചോടി പോകണമെന്ന് തോന്നുന്നു അപ്പോഴെനിക്ക്. ഒരു കൂട്ടുകാരനുമായിട്ട് ഒളിച്ചോടി പോയി. ഞാൻ ഒളിച്ചോടി പോയി. തിരുവനന്തപുരത്ത് ഒളിച്ചോടി വന്നു. എന്നിട്ട് പൈപ്പ് വെള്ളം കുടിച്ച് പട്ടിണി കിടന്ന് തിരിച്ച് അതേപോലെ 1.5 ദിവസം ഒരു രാത്രി. ഇത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടക്കുന്നത്? 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ് ആണ് മിക്കവാറും കുട്ടികൾക്കൊക്കെ ഒളിച്ചോടി പോകാൻ തോന്നുന്നത്. കാരണം അന്നത്തെ ശിക്ഷ അങ്ങനെയാണ്. പക്ഷേ ആ ഒരു തിരിച്ചു വരവും ആ തിക്ത അനുഭവവും, ക്ലാസ്സിൽ ആരൊക്കെ ഒളിച്ചോടി പോകുന്നു? ആരും ഒളിക്കും, ഞാൻ മാത്രമേ ഒളിച്ചോടി പോയിട്ടുള്ളൂ. എനിക്ക് മറ്റൊരു കൂട്ടുകാരനെയും കിട്ടി. വേറെ ആരും ഒളിച്ചോടി പോകാനുള്ള ചിന്തയില്ലല്ലോ. അപ്പോൾ പൈപ്പ് വെള്ളമൊക്കെ കുടിച്ച് പട്ടിണി കിടന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അമ്മച്ചിയുടെ ആ സ്നേഹത്തിലുള്ള ഈ അടിക്കുന്നതിലുള്ള സ്നേഹവും സാറിനോട് പറഞ്ഞൊക്കെ നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. ഞാൻ പിന്നെ ക്ലാസ്സിലെ ആയാലും അധ്യാപകർക്കായാലും ഒരു നല്ല കുട്ടിയായിട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അതെ തീർച്ചയായിട്ടും ഈ അടിക്ക് ഒരുപാട് അർത്ഥമുണ്ട് നമ്മുടെ ലൈഫിൽ. ഒരു അടിക്കുകൊണ്ട് ഈ കയ്യടിക്കും അർത്ഥമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ പകിട പമ്പരം എന്നൊരു ആശയത്തിലോട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിലോട്ട് വന്നത്? എൻ്റെ വീട്ടിൽ കലാപരമായിട്ട് അങ്ങനെ പറയാൻ ചില ആർട്ടിസ്റ്റുകളുണ്ട്, ഇന്നാളുടെ മകൻ അല്ല, അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഫാദർ ജേക്കബ് ജോർജ് എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം എന്നെ ഇങ്ങനെ കട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് കിടക്കുമ്പോൾ, കുഞ്ഞിലേക്ക് കിടക്കുമ്പോൾ ഈ മൗത്ത് ഓർഗൻ ഇങ്ങനെ വായിച്ച് ഏത് പാട്ടാ, അതൊക്കെയാണ് എൻ്റെ തുടക്കം. അപ്പോൾ ഞാനതൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വായിക്കാൻ അറിയത്തില്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ വരുന്നത് നമ്മൾ ഈ 5ലും 6ലും ഒക്കെ പഠിക്കുമ്പോൾ കാർട്ടൂണുകൾ വായിക്കുമല്ലോ. കാർട്ടൂണുകൾ വായിക്കുമ്പോൾ അത് വായിച്ചിട്ട് അതിൻ്റെ തമാശകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്ന് അങ്ങനെ ബോബനും മോളി വരെ എത്തി. അപ്പം ബോബനും മോളി കാണുമ്പം അതിൻ്റെ തമാശകളും ബോബൻ്റെയും മോളിയുടെയും അപ്പൻ്റെ വക്കീലും ഒരു ചേട്ടനും അതിൻ്റെ അകത്തെ രസയും ഇതൊക്കെ ആ ഒരു കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും അതൊക്കെ എങ്ങനെ ഒരു മൂവിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ചിന്തിച്ചിട്ടുണ്ട്. ടാർസൻ, ഫാൻഡം, മറ്റേ അമർ ചിത്ര കഥകളൊക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ വരികയാണ്. അപ്പം ഞാൻ ഈ 10ാം ക്ലാസ് വരെയും ഞാൻ അങ്ങനെ കലാരംഗത്തൊന്നുമില്ല. 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് ഒരു ലളിതഗാനത്തിന് ഫസ്റ്റ് കിട്ടി. അപ്പോൾ ഒരു ടീച്ചർ വന്ന് പഠിപ്പിക്കണമെന്നായി സ്കൂളിൽ. ടീച്ചറിൻ്റെ കൂടെ സാറിൻ്റെ കൂടെ പാട്ട് പഠിക്കാനൊക്കെ പോയി. എനിക്ക് അതിനകത്ത് താല്പര്യമൊന്നുമില്ല. ഏതൊരു പാട്ട് പാടി ഉത്തരാ സ്വയംവരം കഥകളി കാണുക എന്നുള്ള പാട്ട് പാടി എനിക്കങ്ങ് ഫസ്റ്റ് തന്നു. വേറെ ആരും ഇല്ലായിരിക്കും, എന്തോ എനിക്കറിയത്തില്ല. എന്നാലും ഫസ്റ്റ് കിട്ടി. പിന്നെ വീട്ടിൽ പിന്നെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പം അപ്പൻ പറയും മോനെ ഇല്ല പാട്ടൊന്ന് പാടാന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് പാടും. അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു അത്യാവശ്യം ഒരു നാണം കുടുങ്ങിയ പോലെ ഒരു പയ്യനായിരുന്നു. ഒരു ഒതുങ്ങുന്നൊരു ഇതായിരുന്നു. അങ്ങനെ ഒരു മിമിക്രി, മോണോ ആക്റ്റൊക്കെ എല്ലാം കാണുന്നുണ്ട്, ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട്. ഇതിലൊന്നും ഞാനില്ല. അപ്പം ക്ലാസ്സിലെ തന്നെ ഒരു സുഹൃത്ത് ഞാൻ ഇച്ചിരി നാണം കുടുങ്ങി ആയതുകൊണ്ട് എൻ്റെ പേര് ഞാൻ അറിയാതെ കൊടുക്കുകയാണ്. പാട്ടിനല്ല, മിമിക്രിക്ക് മോണോ ആക്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ ഇരുന്നൊരു പ്രശ്നം ഉണ്ടാക്കി. പേര് വിളിക്കുന്നുണ്ട്, തോമസ് ജേക്കബ് മോണോ ആക്ട് അടുത്തതായിട്ട് അടുത്ത കുട്ടികൾ ഇത്ര പേര് തയ്യാറായിരിക്കണമെന്ന് വിളിച്ചു പറയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പേര് വിളിക്കുന്നു. അപ്പോൾ അത് പ്രശ്നമായി. അപ്പോൾ ഒരുത്ത അവിടെ നിന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, എടേ നീ ഇതൊന്ന് വായിച്ച് നോക്കടേ, ഇതങ്ങ് പോയെങ്കിൽ പറയടേ എന്ന് പറഞ്ഞു. പുള്ളി എന്തിനോ കൊണ്ടുവന്നതാണ് ഒരു പ്രോഗ്രാം. അത് വായിച്ച് നോക്കി, നിവർത്തിയില്ലാതെ കയറിയില്ലെങ്കിൽ സാറടിക്കും. ഗംഗാരമ്പള സാറിന് നമുക്ക് വലിയ പേടിയാണല്ലോ. അങ്ങനെ ഈ സ്റ്റേജിലേക്ക് തള്ളിവിട്ടതാണ് സത്യത്തിൽ.
പേടിച്ച് ഞാൻ വീഴത്തിലെ കരയൊക്കെ തുടങ്ങി. എന്നിട്ടും ഇത് വായിച്ചു വെച്ചു, സേഫ് സൈഡിൽ വായിച്ചു വെച്ചു, ഒരു തോർത്ത് വിട്ടുകൊണ്ട് ഞാൻ സ്റ്റേജിൽ കയറിയതാണ്. പക്ഷേ ആ സ്റ്റേജിൽ അത് ആ വായിച്ചൊക്കെ ഓർമ്മയോടെ ഞാനതങ്ങ് കാണിച്ചു. എന്നെ സെലക്ഷൻ ചെയ്യുകയാണ് അടുത്ത ഫെസ്റ്റിവലിലേക്ക്, ഉപജില്ലയിലേക്ക് സെലക്ട് ചെയ്തപ്പം അന്ന് സുധാകരൻ പിള്ള സാറ്, ലോനപ്പൻ സാറൊക്കെ എന്നെ അങ്ങ് ഏറ്റെടുക്കുക. നീ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്. അന്നൊക്കെ ഓട്ടോയൊക്കെ ആദ്യമായിട്ട് ഇറങ്ങുന്ന, അത് നമ്മുടെ നാട്ടിലൊന്നും ഓട്ടോ ഇല്ല, കൊട്ടാരക്കരയിലും കണ്ട ഒരു ഓട്ടോ ഉണ്ട്, അതിൻ്റെ ശബ്ദം ഇതാണെന്നൊക്കെ പറഞ്ഞ് മിമിക്രി എന്നെ പഠിപ്പിക്കുകയാണ്. അവിടെ ചെന്നപ്പം എനിക്ക് എ ഗ്രേഡിൽ അവിടെയും ഫസ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ ഇതൊരു വലിയ പരിപാടിയായി മാറി 10ാം ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും എന്നോട് ഭയങ്കര ഒരു മിമിക്രി സ്റ്റൈലിലേക്കായി ഞാൻ. അപ്പോൾ ഈ രണ്ടിടത്ത് കിട്ടിയപ്പം അമ്പലത്തിലെ പേര് വന്നു. അന്ന് എന്നെ വിളിക്കുന്നത് രാജു കുറ്റിക്കോണം എന്നാണ്. കുറ്റിക്കോണം എന്നൊരു സ്ഥലപ്പേരിലാണ് എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് രാജു എന്നാണ്. അപ്പോൾ ഈ രാജു കുറ്റിക്കോണം എന്ന് പറഞ്ഞുള്ള പേരിൽ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ മോണോ ആക്ട് അല്ലെങ്കിൽ മിമിക്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 5 രൂപ കിട്ടാൻ തുടങ്ങി. അത് 10 രൂപയായി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയും കൂടെ ആയി. എന്നെ നിയന്ത്രിക്കണമല്ലോ, ഒരു ഡേറ്റ് 10 രൂപ കിട്ടും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സിംബോളിക് നാടകങ്ങളുടെയൊക്കെ ഒരു വരവായി. അപ്പോൾ ഒരിടത്തൊരു നാടക മത്സരത്തിന് പോയി, കാണാൻ പോയപ്പോഴും സിംബോളിക് നാടകത്തിനാണ് ഫസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ പോയി വീട്ടിൽ നിന്ന് സിംബോളിക് നാടകം എഴുതി, സ്വന്തമായിട്ട് അങ്ങ് എഴുതി, ഒന്ന് അവതരിപ്പിച്ചു. 2 പേരുടെ നാടകം, 2 പേരേ ഉള്ള ക്യാരക്ടർ, അതങ്ങ് ഫസ്റ്റ് കിട്ടി. അതൊരു പക്ഷേ പിന്നെ തെമ്മലെ ദീപിക എന്ന് പറയുന്ന ദീപികക്കാർ നടത്തിയൊരു കോമ്പറ്റീഷൻ ഞാനും കൊണ്ടുചെന്ന് അവിടെ എനിക്ക് ഫസ്റ്റ് കിട്ടി. രണ്ടാമത്തെ ക്യാരക്ടർ ആരായിരുന്നു? അതെൻ്റെ കൂടെ ഒരു സുഹൃത്ത്. അത് എക്സോർ വൈ ആരെ കിട്ടിയാലും ഉപയോഗിക്കും. അവർക്ക് വലിയ ഇതില്ല. അവർ മെയിൻ ക്യാരക്ടർ ഞാനങ്ങ് എടുക്കുക, മനസ്സിലായി, എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് തയ്യാറാക്കിയത് പോലാണ്. അത് ചെല്ലുന്നിടത്തൊക്കെ അങ്ങ് ഫസ്റ്റ് കിട്ടുക. പിന്നെ ചില പള്ളിക്കാർ വിളിച്ചിട്ട് അവരുടെ നാടകം, അവർക്ക് നാടകം എഴുതി കൊടുക്കുക. അങ്ങനെ വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ 10ാം ക്ലാസ്സൊക്കെ ഈ സമയത്ത്. അപ്പോൾ ഒരു മത്സരത്തിൽ ഇന്നാൾ ഒരു സംഭവം ഉണ്ടായി. ഫാത്തിമ കോളേജിൽ എൻ്റെ ഒരു സുഹൃത്ത് ഖുറൈഷി, അവൻ ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്ന സമയത്ത്, ഞാൻ പുല്ലൂർ SLലാണ് പഠിച്ചത്. അന്ന് അവിടെ എനിക്ക് ബെസ്റ്റ് ആക്ട് കിട്ടിയൊരു നാടകമുണ്ട്, നിയമം പ്രതി കൂട്ടൽ എന്ന് പറയുന്ന നാടകം. അത് എനിക്ക് ബെസ്റ്റ് ആക്ടറായിരുന്നു ആ വർഷം. 2ാമത്തെ വർഷം എനിക്ക് സംബന്ധിക്കാൻ പറ്റിയിട്ടില്ല, വേറെ ചില കാരണങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഞാനൊരു നാടകം ചിട്ടപ്പെടുത്തിയെടുത്ത് പല സ്റ്റേജുകളിലും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ നാടകം എൻ്റെ സുഹൃത്ത് ഖുറൈഷി എന്ന് പറയുന്ന പുല്ലൂറുകാരൻ അത് ഫാത്തിമ കോളേജിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫാത്തിമ കോളേജിൽ ഈ നാടകം കൊണ്ട് പോവുകയാണ്. ഫാത്തിമ കോളേജിൽ നാടകം കൊണ്ട് പോകുമ്പോൾ പിന്നെ അന്ന് ആ ഖുറൈഷി എൻ്റെ അടുത്ത് പറഞ്ഞു, റിഹേഴ്സലിനാണ്. അപ്പോൾ ഓരോരുത്തരെ അതിന് ഈ ഒരു ആക്ഷൻ സിംബോളിക് നാടകമാണത്. എന്നാൽ ഡാൻസ് വരും, നൃത്തം വരും, പാട്ട് വരും, ഇതെല്ലാം വരുന്നൊരു സംഭവമാണ്. സിംബോളിക്കിലാണ് കംപ്ലീറ്റ്. അപ്പോൾ അത് എനിക്കൊരു 8-9 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയൊരു നാടകമാണ്. അപ്പം ഖുറൈഷി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെ രാജു നമ്മുടെ ഇതിനകത്ത് മെയിൻ ഒരു ആക്ടറുണ്ട്, അത് സുരേഷ് ഗോപിയാണ്, അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാവും ഇതൊക്കെ പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണാം. അപ്പോൾ അന്ന് തൊട്ടേ പുള്ളി അവിടെ കോളേജ് ഇച്ചിരി പ്രശസ്തി ഉണ്ട് സുരേഷ് ഗോപി സാറിന്. അപ്പം അദ്ദേഹം അന്ന് ഞാൻ ചെല്ലുന്നതിൻ്റെ അന്ന് പുള്ളിയില്ല. അപ്പോൾ അവിടെ ഉള്ള ഖുറൈഷിയും കൂട്ടുകാരെയൊക്കെ ഈ നാടകം പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചിട്ട് എനിക്ക് പിറ്റേന്ന് തൊട്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്കിവിടെ വേറെ തിരക്കിലേക്ക് വന്നു. അവരതങ്ങ് പഠിച്ചു ഒരുപാട് സ്റ്റേജുകളിൽ കൊണ്ടുപോയി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫാത്തിമ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം ഉണ്ടായി. അപ്പോൾ സുരേഷ് ഗോപി സാർ അവിടെ വന്നു. അപ്പോൾ ഖുറൈഷിയും വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ് സുരേഷ് ഗോപി സാറ്. ഞാൻ അഭിനയത്തിലേക്ക് തള്ളിവിട്ട ഒരു വ്യക്തി ഇവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കഥ പറയും മുമ്പിൽ മമ്മൂക്കായുടെ ഒരു സ്പീച്ച് ഉണ്ടല്ലോ ലാസ്റ്റിൽ, അതേപോലെയാണ് പുള്ളി പറയുന്നത്. അന്ന് എനിക്ക് എന്നെ അഭിനയത്തിൻ്റെ ബാലപാഠം പഠിപ്പിച്ച് എന്നെ ഇതേ സ്റ്റേജിലേക്ക് തള്ളിവിട്ട ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഖുറൈഷി ഇങ്ങനെ കൈ കാണിക്കുന്നു, വരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ സിംഹാസനം എന്ന് പറയുന്നൊരു നാടകം പല സ്റ്റേജുകളിലും എന്നെ അഭിനയം പഠിപ്പിച്ചത് ഖുറൈഷിയാണ്. പല സ്റ്റേജുകളിലും ഞങ്ങൾ പോയിട്ട് പല അവാർഡുകളും ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം നടന്നു. അന്ന് വൈകിട്ട് ഖുറൈഷി ഒരു ഓഡിയോ ഇട്ടിരിക്കുന്നു, രാജു ഇങ്ങനൊരു സംഭവം നടന്നു,
ഞാനാണ് സുരേഷ് ഗോപിയുടെ ഗുരുവെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ മുഴുവനും ഗുരു നീയല്ലയോ രാജു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കരഞ്ഞുകൊണ്ട് പുള്ളി ഒരു ഗൽഗതത്തോട് ഒരു ഓഡിയോ ഇട്ടത് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ലെവലിൽ ഞാൻ വന്നായിരുന്നു. പിന്നെ ഈ പറയുന്ന നമ്മുടെ മനസ്സിലെപ്പോഴും ഇതിങ്ങനെ കിടക്കുന്നുണ്ട്. ഒന്നാം സ്ഥാനം പ്രൊഫഷനാക്കിയത് കുടുംബത്തെ തന്നെയാണ്. മനസ്സിലായില്ലേ? കുടുംബത്തിൻ്റെ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരു തൊഴിലന്വേഷകനായിട്ട് ഞാൻ സിവിൽ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് നേരെ കർണാടക സ്റ്റേറ്റിൽ പോവുകയും കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം വന്നു. പക്ഷേ സാറ് പ്രൊഡക്ഷൻ മാനേജറായിട്ട് അങ്ങനെ അതെ 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 അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് ആ കർണാടക സ്റ്റേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺട്രാക്റ്റ് വർക്കൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു പത്രത്തിൽ കൂടി മാതൃഭൂമി പത്രത്തിൽ കൂടി ഞാനൊരു വാർത്ത കേട്ടു. തലസ്ഥാന നഗരിയിൽ ഒരു തിലകച്ചാർത്ത് ചലച്ചിത്ര കലാലയം, തിലകൻ ചേട്ടൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഡയറക്ഷൻ കോഴ്സ്, ആക്ടിങ്, ഫോട്ടോഗ്രാഫി ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊരു എനിക്ക് ഒരു സിനിമയിലേക്ക് ഒരു ആലോചനയുണ്ട്, എന്തെങ്കിലും തുടങ്ങണം വരണമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊരു മീഡിയ ആയിട്ട് ഇവിടെ വന്ന് പഠിക്കാൻ വരാം, ആ രീതിയിൽ ഞാൻ ആലോചിക്കുകയും ആ ചലച്ചിത്ര കലാലയത്തിൽ ഡയറക്ഷൻ കോഴ്സ് വന്ന് ഞാൻ ചേരുകയും അങ്ങനെ കേരളത്തിൽ തിരിച്ച് വരുവാണ് 9 വർഷത്തിന് ശേഷം. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അവിടുന്ന് ട്രിവാൻഡ്രത്ത് നമ്മൾ വരുമ്പോൾ പല സുഹൃത്തുക്കളും നമുക്കുണ്ടാവുമല്ലോ ഈ മേഖല നിൽക്കുമ്പം. അക്കരെ നിന്നൊരു മാരൻ എന്ന് പറയുന്നൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ഗിരീഷ് OS ഗിരീഷ് എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എന്നെ ഉപദേശിച്ചു, ടോമേ ഈ സഹസംവിധാനത്തിൻ്റെ കൂടെ പോയത് 10 പൈസ കിട്ടത്തില്ല, ദാരിദ്ര്യമാണ്, ഈ ബുക്കും പിടിച്ച് നടക്കാന്നുള്ള കാര്യമൊന്നുമില്ല, ഈ സംവിധാനം നമ്മുടെ തലയ്ക്കാതാണല്ലോ, പ്രൊഡക്ഷൻ മാനേജറായിട്ട് കയറി. ടോമിന് ഈ കമാൻഡിങ് പവറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ലെവലിൽ കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ മേഖലകളും ടച്ച് ചെയ്തു പോവാം. ഒരു പ്രൊഡക്ഷൻ മാനേജർ ഡയറക്ഷൻ തൊട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ എല്ലാം ടച്ച് ചെയ്യാമല്ലോ. അപ്പോൾ ആ ഒരു മാർഗം തിരഞ്ഞെടുത്താണ് ഞാൻ ആദ്യമായിട്ട് വേണു നാഗുള്ളി ചേട്ടൻ്റെ ആയിരപ്ര സിനിമയ്ക്കകത്ത്, മമ്മൂക്കയാണ് പ്രധാന കഥാപാത്രം ചെയ്യുന്നത്, സുർവശിയൊക്കെ ആയിട്ടുള്ളത്, ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിട്ട് കയറുകയാണ്. ആ പ്രൊഡക്ഷൻ മാനേജറായിട്ട് കയറുകയും അതിനകത്ത് മമ്മൂക്കാട് കൂടെ ലാടനായിട്ട് അഭിനയിക്കുകയും അതിനകത്ത് ഡാൻസൊക്കെ ഉണ്ട്, ഇതെല്ലാം ചെയ്യണം. പിന്നെ പ്രൊഡക്ഷൻ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അടുത്ത സിനിമയിലേക്ക് എന്നെ ഒരു ക്യാരക്ടർ തരാമെന്ന് പറഞ്ഞിട്ട് വേണുചേട്ടൻ വിളിക്കുകയും ചെയ്തു. കളിപ്പാട്ടം, ലാലേട്ടൻ്റെ സിനിമയാണ് കളിപ്പാട്ടം. അപ്പോൾ അതിലേക്ക് വിളിക്കുകയും യാദൃശ്യമായിട്ട് എനിക്കത് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദൂരദർശനിൽ നിന്ന് പ്രൊഡക്ഷൻ, അവിടുത്തെ ദൂരദർശൻ്റെ പ്രൊഡക്ഷൻ മാനേജർ കണ്ണൻ, GR കണ്ണൻ, അതായത് നമ്മുടെ വാർത്തയൊക്കെ വായിക്കുന്ന ഹേമലത എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, ആ മാഡത്തിൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയും ദിലീപും ഹരീശ്രീ അശോകനും ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിലേക്ക് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് എന്നെ വിളിക്കുകയും അന്ന് പെട്ടെന്നൊരു വണ്ടി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഒരു ടാക്സിയും പിടിച്ച് ഞാൻ ദൂരദർശനിൽ കയറിയതാണ്. പകിട പമ്പരമായിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ചിറങ്ങുന്നത്. ഒരു 9 വർഷം ആ ഒരു ലെവലിൽ അവിടെ ചെയ്യുകയും എൻ്റെ പ്രോഗ്രാം അവിടെ വിജയിക്കുകയും ചെയ്തു. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സാർ അന്ന് ചെയ്തപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും അല്ലെങ്കിൽ അതെങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങുള്ള കാര്യങ്ങൾ? അതിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള കാര്യം എന്ന് വെച്ചാൽ സാർ തന്നെയായിരുന്നു അല്ലേ സ്ക്രിപ്റ്റ് എഴുതിയത്? അല്ല, സ്ക്രിപ്റ്റ് ഞാനല്ല എഴുതുന്നത്, ഞാൻ കഥ ഉണ്ടാക്കും. കഥ ഞാൻ ഉണ്ടാക്കണം. അപ്പോൾ എങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഗുരുനാഥനെ ഞാൻ ഓർത്തു. അദ്ദേഹത്തിൻ്റെ പേര് ടോംസ് എന്നാണല്ലോ, ബോബനുമൂലി ടോംസ്. അദ്ദേഹത്തിനെ ഞാൻ അവിടെ വീട്ടിൽ പോയി കാണുകയും എൻ്റെ ആവശ്യം പറയുമ്പോൾ പുള്ളി എന്നെപ്പോലെ ഒരാളെ അന്വേഷിച്ചിരിക്കുകയാണെന്ന്, അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ പുള്ളി എന്നെ ഒന്ന് വരച്ചിട്ട് തരികയും ചെയ്തു. അപ്പം അദ്ദേഹത്തെ വെച്ചിട്ടാണ് ഈ പമ്പരം എന്നുള്ള പ്രോജക്റ്റ് പൈലറ്റ് എപ്പിസോഡ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തത്. അങ്ങനെ ഒരു 5-8 എപ്പിസോഡോളം പുള്ളിയുടെ കഥ എടുക്കുകയും 30ാമത്തെ എപ്പിസോഡ് വിഷ്വൽ മീഡിയയ്ക്ക് പറ്റാത്ത രീതിയിൽ കുറച്ച് കഥകളാണ് ബോബനുമൂലിയിലുള്ളത്. അതുകൊണ്ട് അതെടുക്കാൻ പറ്റാതെ വരികയും ഞാൻ കഥ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള കഥകൾ ഞാൻ അത് ഈ പമ്പരമായിട്ട് വരികയും പിന്നെ എൻ്റെ ഒരു ബാധ്യതയായി കഥയുണ്ടാക്കണമല്ലോ. അപ്പം ഓരോ ആഴ്ചയിലും കഥയുണ്ടാക്കാനുള്ള ബാധ്യത ഉണ്ടാവുകയും, പക്ഷേ ഇതിനകത്തൊരു നമ്മൾ ഈ പമ്പരം ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരദർശനിൽ റേറ്റിംഗ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട റേറ്റിംഗ് ആണ്, ടാം റേറ്റിംഗ് എന്നുള്ളൊരു സംഭവമാണ്. ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ 7500 രൂപ കിട്ടിയാണ് സ്പോൺസർ പ്രോഗ്രാമിന് ദൂരദർശൻ 15 മിനിറ്റ് പ്രോഗ്രാമാണ്. ഈ സ്ലോട്ട് ഞാൻ തന്നെ കാണിച്ചു കൊടുത്തത്. ഈ സ്ലോട്ടിൽ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യാൻ കറണ്ട് അഫയർ കോമഡി പോലെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ കൊടുത്തതാണ്.
അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുകയും അത് പൈലറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയുകയും പൈലറ്റ് എടുക്കുകയും പിന്നെ 4 എപ്പിസോഡ് എടുത്തുകൊണ്ട് വരാൻ പറയുകയും. ഇപ്പം രാധാ നമ്പൂരി മാഡമാണ്, അവർക്ക് ഈ കോമഡിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 4 എപ്പിസോഡ് കണ്ടതിന് ശേഷം ഇത് 13 എപ്പിസോഡിന് അപ്രൂവൽ തരികയാണ്. ഈ 13 എപ്പിസോഡ് ദൂരദർശനം അന്നത്തെ കാലത്ത് അപ്രൂവൽ എന്ന് വെച്ചാൽ ഈ കോടീശ്വരനായതിന് തുല്യമാണ്. അതെന്ന് വെച്ചാൽ 1 കോടി ലോട്ടറി അടിച്ച പോലെ. വേറെ ചാനലില്ല നമ്മളിത്. ഇത് അവിടെ 1 മിനിറ്റ് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രിയുടെ ഒക്കെ റെക്കമെൻഡേഷൻ വേണ്ട ഒരു കാലഘട്ടം അത്. 98, 97 കാലങ്ങളിലാണ് ഞാനീ പറയുന്നത്. അപ്പം അതങ്ങനെ ആ സമയത്ത് ആണ് ഞാൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നത്. അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും അങ്ങനെ അത് 52 എപ്പിസോഡിലേക്ക് പോവുകയാണ്. പിന്നെ ഒരു വർഷം ഈ 12 എപ്പിസോഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യത്തെ എപ്പിസോഡ് 7500 രൂപ കിട്ടിയെങ്കിലും രണ്ടാമത്തെ എപ്പിസോഡ് കിട്ടുന്നത് 52,500 രൂപയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു 75 സെക്കൻഡ് പരസ്യം നമുക്ക് അതിൽ കൂടി വിടാം. അപ്പം അങ്ങനെ 16ാമത്തെ എപ്പിസോഡിൽ എൻ്റെ ഒരു പ്രശസ്തമായ മധുരൈ മാമി എന്ന് പറയുന്നൊരു വേഷമുണ്ട്. ഞാൻ ലേഡീസിന്റെ 5 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 16ാമത്തെ എപ്പിസോഡ് ഹിറ്റ് ആവുകയും 1ാം സ്ഥാനത്ത് നിന്ന മലയാള സിനിമയെ 2ാം സ്ഥാനത്തേക്ക് മാറ്റി പമ്പരം 1ാം സ്ഥാനത്ത് വരികയും ചെയ്തു. 3ാം സ്ഥാനമാണ് പിന്നെ വാർത്തയും ചിത്രഗീതവും ഒക്കെ അങ്ങനെ പോകുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ഒരു എപ്പിസോഡിന് 7,500 രൂപ കോസ്റ്റുള്ള എപ്പിസോഡിന് ഞാൻ ചെയ്യുന്നത് 1,43,000 രൂപയാണ് അടയ്ക്കുന്നത്. ഒരു എപ്പിസോഡിന് അടയ്ക്കുന്നത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 8 മിനിറ്റ് പ്രോഗ്രാമും 7 മിനിറ്റ് പരസ്യമായി 15 മിനിറ്റിനകത്ത്. മനസ്സിലായില്ലേ? ആ ഒരു റേഞ്ചിലായി. അപ്പൊ അതൊരു ഓൾ ഇന്ത്യ റെക്കോർഡ് തന്നെയാണെന്ന് ഞാൻ പറയാം. കാരണം ഇത്രയും ഈ ഒരു 15 മിനിറ്റ് പ്രോഗ്രാമിന് 1,43,000, അത് 2 ASB പ്ലസ് ബ്രാൻഡിങ്. അന്ന് ബ്രാൻഡ് ചെയ്യുന്നത് ഡ്രീം വേൾഡ് വാട്ടർ പാർക്കാണ്. ഡ്രീം വേൾഡ് പകിട പമ്പരം എന്നാണ് അറിയപ്പെടുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ കിറ്റക്സ് പമ്പരം എന്നായി, ടിപ് ടോപ്പ് അവരൊക്കെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് പരസ്യം വരാൻ തുടങ്ങി. നാഷണൽ ലെവലിലൊക്കെ പരസ്യങ്ങൾ ഒരുപാട് കൂടി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതേ റവന്യൂവിൽ 1,43,000 റവന്യൂ ഞാൻ 2 വർഷം പ്രോഗ്രാം ചെയ്യാൻ എഴുതി കൊടുത്തു. അപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു ഇതൊരു ചാനലല്ല ഉള്ളൂ, പലരും ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ നമുക്ക് വേറൊരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാം. ഒരുപാട് ക്യൂ നിൽക്കുകയാണ് പ്രോഗ്രാമായിട്ട്. വലിയ വലിയ ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് സിനിമയിലുള്ള ജഗതി ചേട്ടനെ, മാളച്ചേട്ടനെ അങ്ങനെയൊക്കെ വെച്ചിട്ട് കോമഡി ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുള്ള ക്യൂ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ എനിക്ക് മാത്രം ഉള്ളതല്ലല്ലോ, കുഴപ്പമില്ല. പക്ഷേ അവർ 1,43,000 അടക്കണം, എന്നാലേ അവർക്ക് ഈ സ്ലോട്ട് കൊടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ കൊടുത്തിരിക്കല്ലേ 2 വർഷത്തേക്ക്. അത് സാറിന് തരണം. എനിക്ക് തരാനില്ല, ആ സ്ലോട്ട് എനിക്ക് തരണം 2 വർഷത്തേക്ക്. ഇല്ലെങ്കിൽ അവർ ആ 1,43,000 അടയ്ക്കുമെങ്കിൽ അവർക്ക് ആ സ്ലോട്ട് എടുക്കാം. അവർക്ക് പിന്നെ 1 വർഷം വേണമെങ്കിൽ ആ റേറ്റിൽ ചെയ്യാം. അവരത് തയ്യാറായി, വൻ ആർട്ടിസ്റ്റ് നിരകളെ വെച്ചിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ 4 എപ്പിസോഡിൽ സ്ലോട്ട് തറയെ വീഴുകയാണ്. അവർക്ക് പിന്നെ 7,500 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നു. സാറിന് കിട്ടിയ ഒരു സ്വീകാര്യത അവർക്ക് കിട്ടിയില്ല. അതാണ് അവർ നമ്മളൊരു ഓഡിയൻസിനെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അങ്ങ് മാറിയപ്പം ആൾക്കാർ അതിനകത്തുനിന്ന് മാറി. അപ്പോഴത്തേക്ക് ഈ ജേഷ്യാനെറ്റും ഇതൊക്കെ സിറ്റി ഓഡിയൻസ് ഉണ്ടേ, സൂര്യൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, കൈരളി ചാനലും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ വീണ്ടും 1 വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെ പകിട പമ്പരത്തിന് പ്രപ്പോസൽ കൊടുക്കുന്നു. പകിട പമ്പരത്തിൻ്റെ പ്രപ്പോസൽ കൊടുക്കുമ്പം അത് നോൺ പ്രൈം ടൈമിലാണ് തരുന്നത്. അതിനകത്തൊരു 10-20 ലക്ഷം രൂപ എനിക്ക് ലോസായിപ്പോയി. നോൺ പ്രൈം ടൈമിൽ ഞാനെടുത്ത് കാണിച്ചു. പഴയ അഡ്രസ്സിൽ ഈ നോൺ പ്രൈം ടൈമിൽ ആൾക്കാർ എത്തത്തില്ലല്ലോ. 5:30 മണിക്ക് 7:15 ടൈമിൽ ആൾക്കാർ അധ്യാപകരൊന്നും വീട്ടിലെത്തത്തില്ല. കുട്ടികളൊക്കെ വന്ന് റെഡിയായിട്ട് വരുമ്പോൾ തന്നെ 7 മണി കഴിയും. സന്ധ്യാപ്രാർത്ഥനയൊക്കെ കഴിയണം, ഓരോ വീടുകളിലൊക്കെ ഇത് ഓപ്പൺ ആവാൻ. അതുകൊണ്ട് അതിന് മുമ്പ് നടന്നത് കൊണ്ട് ഒരു 10-20 ലക്ഷം രൂപ ലാസമായിട്ട് അതങ്ങ് നിർത്തേണ്ട ഒരവസ്ഥ വന്നു.